ലോകത്തിലെ മതാധ്യക്ഷന്മാരും മതപ്രഭാഷകന്മാരും പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ഇടയിൽ നാം പ്രഖ്യാപിക്കുന്ന ശ്രേഷ്ഠന്മാരായ പലരും ഇവിടെ ജനിച്ചു, ഇവിടെ വളർന്നു, ഇവിടെ മരിച്ചു, ഇവിടെ അടക്കം ചെയ്യപ്പെട്ടു. അവർ ചെയ്ത വിശുദ്ധ പ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ നിമിത്തം നമ്മൾ അവരെ ആരാധിക്കുന്നു. അതുപോലെ ഒരാളാണ് ക്രിസ്തുവെന്ന് ലോകത്തിലെ മതസംഹിതകൾ, മത അധ്യക്ഷന്മാർ പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന ക്രിസ്തുവാര് 1 തീമോഥെയോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, ക്രിസ്തുവാര് അവിടുന്ന് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമാരോ അവിടുന്നാണ് മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യത്തിൽ വ്യക്തമാക്കുന്ന ഇങ്ങനെയാണ്: ക്രിസ്തേശുവിലെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യ സാദൃശ്യത്തിലായി ഇഹലോകത്തിലേക്ക് വന്ന രക്ഷകനാണ് ക്രിസ്തു. അവിടെ പറയുന്നു, അവിടുന്ന് ഈ ഭൂതലത്തിൽ ജനിച്ച ബെത്ലഹേമ്യ ചരിത്രമല്ല അവിടുത്തെ ചരിത്രം. പിന്നെ ഏതാണ് ചരിത്രം? അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഇഹലോകത്തിലേക്ക് അവതരിച്ച സാക്ഷാൽ ദൈവമാണ് ക്രിസ്തു.